Ramona just lit up the fire on the greatest transfer saga in the ever seen history of Indian football. ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ സാഗയ്ക്കാണ് ഇവിടെ തീ കൊടുത്തപ്പെട്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ ഗോൾ അടിച്ചു കൂട്ടി ബ്ലാസ്റ്റേഴ്സിന്റെ ഓൾ ടൈം ടോപ്പ് സ്കോററായ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾഡൻ ബൂട്ട് വിൻ ചെയ്ത ദിമിത്രിയോസ് ഡിയമന്റക്കോസ് എന്ന ഗ്രീക്ക് സ്ട്രൈക്കറെ ഈസ്റ്റ് ബംഗാൾ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. അവരുടെ ആരാധകർ അതിന്റെ ആഘോഷം തുടങ്ങിയതാണ്. പക്ഷേ the twist going on there. സംഗതി എന്താണെന്ന് വെച്ചാൽ ദിമിത്രിയോസ് ഡിയമന്റക്കോസ് ഈസ്റ്റ് ബംഗാളിലേക്ക് വേണ്ടി നടത്തിയ മെഡിക്കൽ പരിശോധനകൾ ഫെയിലിയർ ആയി. ആ സമയം കൊണ്ട് സിറ്റി ഗ്രൂപ്പ് എണ്ണപ്പണം വാരി വീശി ഒഴുക്കി അദ്ദേഹത്തിനെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. നിലവിൽ ഈസ്റ്റ് ബംഗാളിനേക്കാൾ ദിമിത്രിയോസ് ഡിയമന്റക്കോസ് ചേരാൻ സാധ്യതയുള്ള ക്ലബ്ബ് മുംബൈ സിറ്റി എഫ് സി ആണെന്നാണ് റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത്. മുംബൈ സിറ്റി എഫ് സി ദിമിയുമായിട്ടുള്ള ചർച്ചയിൽ വളരെയധികം അഡ്വാൻസ്ഡ് സ്റ്റേജിലായി. അതേസമയം സില്ലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് മുംബൈ സിറ്റി എഫ് സി ദിമിത്രിയോസ് ഡിയമന്റക്കോസിനെ റാഞ്ചാനുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, നെഗോസിയേഷൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മലേഷ്യയിൽ നിന്നൊരു ക്ലബ്ബ് ദിമിയെ ഹൈജാക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. ഇപ്പൊ എന്തായാലും പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഈസ്റ്റ് ബംഗാളിൽ നിന്നും ദിമിയെ മുംബൈ സിറ്റി ഹൈജാക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നും ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മലേഷ്യൻ ക്ലബ്ബും തയ്യാറെടുക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ബാറ്റിലുകളിൽ ഒന്നിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്.